Hello my dear students, welcome back to Corporate Regulations. അഞ്ചാമത്തെ സെഷനാണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ആദ്യം കാണുന്നത് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. വളരെ രസകരമായിട്ട് പിക്ടോറിക്കലായിട്ടാണ് തന്നിരിക്കുന്നത്. ആദ്യം പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനിയുടെ മീനിങ്സ്. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് നമ്മളുടെ പബ്ലിക്കായിട്ട് ഓൺ ചെയ്തിട്ടുള്ളതും ട്രേഡ് നടത്തുന്നതുമായിട്ടുള്ള കമ്പനിയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അത് പബ്ലിക്കായിട്ട് അതിൻ്റെ ഷെയർസും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് അത് ഓൺ ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും പ്രൈവറ്റായിട്ടാണ്. ചില വ്യക്തിഗതമായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഷെയർസും ക്യാപിറ്റൽസും ഒക്കെ റൈസ് ചെയ്തിട്ടാണ് പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യുന്നത്. പബ്ലിക് കമ്പനിയുടെ ഷെയർസും കാര്യങ്ങളൊക്കെ പബ്ലിക്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പറയുന്ന പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനിയുടെ സഫിക്സ് അതിൻ്റെ എൻഡിൽ ചേർക്കുന്ന വേർഡ് ഏതൊരു പബ്ലിക് കമ്പനിയുടെ പേരിന് പിന്നിൽ ലിമിറ്റഡ് എന്ന് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള സഫിക്സാണ് ആ കമ്പനിയുടെ പേരിന് പിന്നിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇനി പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 7 പേര് വേണം. പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ 2 പേര് മതി. പിന്നെ മാക്സിമം നമ്പേഴ്സ് പബ്ലിക് കമ്പനിക്ക് മാക്സിമം നമ്പേഴ്സിന് ലിമിറ്റ് ഇല്ല. പ്രൈവറ്റ് കമ്പനിക്ക് മാക്സിമം 200 പേരാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനിയിലെ ഡയറക്ടേഴ്സ് മിനിമം 3 ഡയറക്ടേഴ്സെങ്കിലും പബ്ലിക് കമ്പനിയിൽ വേണം. പ്രൈവറ്റ് കമ്പനിയിൽ 2 ഡയറക്ടേഴ്സ് മതിയാവും. പിന്നെ സ്റ്റാർട്ട് ഓഫ് ബിസിനസ് പബ്ലിക് കമ്പനിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ വേണം. പിന്നെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം. എന്നുണ്ടെങ്കിൽ പബ്ലിക് കമ്പനിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം പ്രൈവറ്റ് കമ്പനിയുടെ ഇതിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം മതി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ പറയുന്ന പബ്ലിക് ഷെയർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് പബ്ലിക് കമ്പനിയിൽ ഈ പബ്ലിക്സിന് എന്ത് ചെയ്യാം, ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ ഒരിക്കലും പബ്ലിക്സിന് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ക്വാറമായിട്ട് AGM ആനുവൽ ജനറൽ മീറ്റിംഗ്, അതായത് പബ്ലിക് കമ്പനിയിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ 5 പേരെങ്കിലും പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ 2 പേരെങ്കിലും പേഴ്സണലി പ്രസൻ്റ് ആയാൽ മതി. ഇനി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നിർബന്ധമായിട്ടുള്ള മീറ്റിംഗ് പബ്ലിക് കമ്പനിക്ക് കമ്പൽസറിയാണ്, പ്രൈവറ്റ് കമ്പനിക്ക് അത് കമ്പൽസറി അല്ല. പിന്നെ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് കമ്പനിയുടെ പ്രോസ്പെക്ടസ് പബ്ലിക് കമ്പനിക്ക് അത് മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കണം. പ്രൈവറ്റ് കമ്പനിക്ക് അതങ്ങനെ മാൻഡേറ്ററി ഇഷ്യൂസ് ആവണം നിർബന്ധമില്ല. ഓക്കെ, പബ്ലിക് കമ്പനീസിന് അവരുടെ കമ്പനിയുടെ ഷെയർസ് ഫ്രീ ആയിട്ട് മറ്റുള്ള പബ്ലിക്സിന് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. പ്രൈവറ്റ് കമ്പനിയിൽ അങ്ങനെ ഷെയർസ് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന മാനേജറൽ റെമ്യൂണറേഷൻ നമുക്ക് പബ്ലിക് കമ്പനിയിൽ മാനേജറൽ റെമ്യൂണറേഷന് യാതൊരു റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറൽ റെമ്യൂണറേഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എല്ലാ പബ്ലിക് കമ്പനീസും ആനുവലായിട്ടും ക്വാർട്ടർലി ആയിട്ടും അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പബ്ലിക്സിന് ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനത്തെ യാതൊരു ഒബ്ലിഗേഷൻസ് ബാധ്യതയും ഇതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പബ്ലിക്കിന് പബ്ലിഷ് ചെയ്യണമെന്ന് യാതൊരു ബാധ്യതയുമില്ല. ഓക്കെ, സാധാരണ പബ്ലിക് കമ്പനീസ് അടുത്ത സൈസാണ്, വലിയ ഒരു ഹ്യൂജ് സൈസായിരിക്കും പബ്ലിക് കമ്പനിക്ക്. പ്രൈവറ്റ് കമ്പനി കമ്പാരേറ്റീവ്ലി സ്മോൾ സൈസാണ്, പക്ഷേ ബിഗ് കമ്പനീസും പ്രൈവറ്റ് കമ്പനീസായിട്ടുണ്ട്. പിന്നെ ഫൈനലി ഫണ്ടിങ് പബ്ലിക് കമ്പനിക്ക് ഫണ്ടിങ് ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഫണ്ട് റേസ് ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്നുള്ള രീതിയിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഫണ്ട് റൈസ് ചെയ്യുന്നത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വഴിയായിട്ടാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ഈ
ഡിഫറൻസിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. 2 ആൾ മതിയാവും ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ പറയുന്ന പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട, മിനിമം സബ്സ്ക്രിപ്ഷൻസ് റിസീവ് ചെയ്യണം നിർബന്ധമില്ല, ഷെയർസ് അലോട്ട് ചെയ്യണം നിർബന്ധമില്ല, അവർക്ക് പ്രൈവറ്റായിട്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 2 പേര് മതി. പിന്നെ അവർക്ക് റെമ്യൂണറേഷൻ, മാനേജറിലായിട്ടുള്ള റെമ്യൂണറേഷൻ പേ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതനുസരിച്ച് പേ ചെയ്താൽ മതി. പിന്നെ ഈ പറയുന്ന മീറ്റിംഗിൽ കോറത്തിൽ 2 പേരെങ്കിലും പേഴ്സണലി പ്രസൻറ്റ് ചെയ്താൽ മതി. ആനുവൽ ഇവാലുവേഷൻ റിപ്പോർട്ടൊന്നും നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ അല്ല. പിന്നെ റിട്ടയർമെൻറ്റ് ബൈ റൊട്ടേഷൻ ഓഫ് ഡയറക്ടേഴ്സ് അതൊന്നും പ്രൈവറ്റ് കമ്പനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനിക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ ഫർദർ ഇഷ്യൂസ്, ഷെയർ ഹോൾഡേഴ്സിന് ഫർദർ ഇഷ്യൂസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് ഔട്ട്സൈഡേഴ്സിന് എന്ത് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം അവരുടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ എല്ലാ ഡയറക്ടേഴ്സിനും ഒരു സിംഗിൾ റെസൊല്യൂഷനിൽ തന്നെ പ്രൈവറ്റ് കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ 1% കമ്പനി. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ട് പുതിയൊരു ഫോം ഓഫ് കമ്പനി 1% കമ്പനിയുടെ പ്രിവിലേജസ്. 1% കമ്പനിക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണമെന്ന് നിർബന്ധമില്ല, ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഒരാൾ മതി, അത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ ഇത് നമുക്ക് 1% കമ്പനിയിൽ അപ്ലിക്കബിൾ അല്ല. ആനുവൽ റിട്ടേൺസ് ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ സെക്രട്ടറി സൈൻ ചെയ്യുക, അവിടെ കമ്പനിയുടെ സെക്രട്ടറി ഇല്ലെങ്കിൽ ഡയറക്ടർക്ക് സൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ അത് കമ്പനിയുടെ സെക്രട്ടറി തന്നെ സൈൻ ചെയ്യണമെന്ന് അങ്ങനെ ഒരു പ്രാക്ടീസും അവിടെ ഇല്ല, അഥവാ കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ തന്നെയും. പിന്നെ ഈ പറയുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, നോട്ടീസ് കൺവീനിങ് ടു ജനറൽ മീറ്റിംഗ്, ഇതൊന്നും 1% കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, 1% കമ്പനിക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരിക്കലും ഒരു മൈനർക്ക് കമ്പനിയുടെ നോമിനി ആവാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്താൻ പറ്റില്ല. ദാറ്റ് മീൻസ് ആ കമ്പനിയുടെ പൈസ എടുത്ത് വേറെ ഏതെങ്കിലും കമ്പനിയുടെ സെക്യൂരിറ്റീസ്, ഷെയർസ് എടുക്കാനോ അങ്ങനത്തെ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കമ്പനിക്ക് നടത്താനുള്ള നിർവാഹമില്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഫൈനലി ഒരു റെസ്ട്രിക്ഷൻ പറയുന്നത് ഒരു 1% കമ്പനിക്ക് പെട്ടെന്ന് തന്നെ വേറൊരു തരത്തിലുള്ള കമ്പനിയിലേക്ക് മാറാനുള്ള നിർവാഹമില്ല. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ മാറാനായിട്ട് പറ്റുള്ളൂ. അതിലും ചില റെസ്ട്രിക്ഷൻ പറയുന്നത് അവരുടെ ആ ഒരു ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടുകയും അതുപോലെ തന്നെ അവരുടെ ആവറേജ് ടേൺ ഓവർ, ആ 2 വർഷത്തിൽ ആവറേജ് ടേൺ ഓവർ 2 കോടിയിലും കൂടുതലാണെങ്കിൽ മാത്രമേ അവർക്ക് വേറൊരു കൈൻഡ് ഓഫ് കമ്പനിയിലേക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 1% കമ്പനിയുടെ റെസ്ട്രിക്ഷൻസ്.